അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹൃദയരും സ്നേഹനിധികളുമായ മറ്റു മതസ്ഥരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള കൃപാകടാക്ഷങ്ങൾ എന്നിലും നിങ്ങളിലും എല്ലാവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ ഒരു കാര്യം പറയുവാൻ ഉണർത്തുവാൻ ഉദ്ദേശിക്കുകയാണ്. സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? എത്രയെത്ര പള്ളികളിൽ നിന്നാണ് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര മതപ്രസംഗങ്ങളാണ് ഒരു ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിലൂടെ തന്നെ നിരവധി പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി പണ്ഡിതന്മാർ അവർ തൊള്ള പൊട്ടുമാറ് അവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പ്രസംഗങ്ങളൊന്നും തന്നെ മനുഷ്യന് ഉപകാരപ്പെടുന്നില്ല, സമുദായത്തിലെ അംഗങ്ങൾക്ക് ഗുണം കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേയുള്ളൂ. പ്രസംഗിക്കുന്ന പ്രാസംഗികൻ ആ പറയുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തിടത്തോളം കാലം ആ പ്രസംഗങ്ങൾ കേവലം പൈസ കിട്ടാനുള്ള, ജനങ്ങളിൽ നിന്ന് പൈസ ഊറ്റിയെടുക്കാനുള്ള ഒരു തന്ത്രമായി മാത്രം അത് അവശേഷിക്കുകയാണ്. പ്രസംഗങ്ങൾ എപ്പോഴും നല്ലതാണ്. അത് അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ടായിരിക്കണം. അല്ലാതെ പൈസയ്ക്ക് വേണ്ടി, സുഖിക്കാൻ വേണ്ടി, മണിമന്ത്രങ്ങൾ കെട്ടാൻ വേണ്ടി ആവരുത് എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനൊരു സംഭവം ഓർത്തു പോവുകയാണ്. ഒരിക്കൽ ഒരു മഹാനായ ഒരു ആരിഫീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അദ്ദേഹം ഒരു ഘോര വനത്തിലൂടെ നടന്നു പോവുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ഷേഖ് അവറുകൾ തൻ്റെ മുന്നിൽ കണ്ട ഒരു തലയോട്ടി കയ്യിലെടുത്തുകൊണ്ട് കൂടെ നിന്നിരുന്ന ഒരു അനുയായിയോട് പറഞ്ഞു, ഇതിൻ്റെ ചെവിയുടെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഈ കോല് കൊണ്ടൊന്ന് കുത്താൻ പറഞ്ഞു. കോലുകൊണ്ട് കുത്തിയ സമയം അത് അതേപോലെ തന്നെ മറുവശത്തെ ചെവിയിലൂടെ പുറത്തേക്ക് വന്നു. വീണ്ടും കുറെ കൂടി അല്പം മുന്നോട്ട് നടന്നപ്പോൾ വീണ്ടും മറ്റൊരു അല്പം മുഴുത്തതായ ഒരു തലയോട്ടി കണ്ടു. അദ്ദേഹം അതെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ആ ചെയ്ത പോലെ കുത്താൻ പറഞ്ഞു. അദ്ദേഹം കുത്തി, പക്ഷെ അകത്തോട്ട് കടന്നു. അത് പുറത്തേക്ക് എന്ത് ചെയ്തിട്ടും പോയില്ല. അത് അദ്ദേഹം സൂക്ഷിക്കാൻ പറഞ്ഞു അനുയായികളോട്. അല്പം കൂടി മുന്നോട്ട് നടന്നു. അങ്ങനെ നടന്നിടന്ന് ചെല്ലുമ്പോൾ ഒരു കുഴിയിൽ വീണ്ടും ഒരു തലയോട്ടി കാണുന്നു. ആ തലയോട്ടി കയ്യിലെടുത്തു. എന്നിട്ട് അനുയായിയോട് പറഞ്ഞു, നീ നിൻ്റെ കോല് കൊണ്ട് അതിൻ്റെ തലയോട്ടിയുടെ ചെവിയുടെ ഭാഗത്ത് കുത്താൻ പറഞ്ഞു. അയാൾ അത് കുത്തിയപ്പോൾ അത് ഒട്ടും തന്നെ അകത്തേക്ക് കടക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ആ തലയോട്ടി മാറ്റിവെക്കും, അതങ്ങ് മാറ്റിയിടും. എന്നിട്ട് ഇത് മൂന്നും വിവരിച്ചുകൊണ്ട് ശിഷ്യന്മാരെ വട്ടം ഇരുത്തിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൽ നിന്ന് വല്ലതും മനസ്സിലായോ? അനുയായികൾ പറഞ്ഞു, ഇല്ല ശേഷ, ഞങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല. എന്നാൽ ഇത് മൂന്നിനും അർത്ഥമുണ്ട്. ഈ 3 വിഭാഗം ജനങ്ങളാണ് ഇന്ന് ലോകത്ത് ഉള്ളത്. ഒരു വിഭാഗം ജനങ്ങൾക്ക് എത്ര കണ്ടാലും, എത്ര കേട്ടാലും, എത്ര തന്നെ കൊണ്ടാലും പഠിക്കാത്ത ഒരു വിഭാഗമുണ്ട്. അതാണ് തലയിലോട്ട് കയറാത്ത വിഭാഗം. അതായത് കുത്തിയിട്ട് ഒട്ടും കുത്തി കയറി കണ്ടില്ലല്ലോ, ആ തലയോട്ടി അങ്ങനെയുള്ള മനുഷ്യൻ്റെ. എന്ത് പറഞ്ഞാലും, എത്ര കേട്ടാലും, എത്ര തന്നെ അയാളെ തലിയാലും കൊണ്ടാലും പഠിക്കില്ല. അങ്ങനത്തെ പഠിക്കാത്ത ഒരു മണ്ടനായ മനുഷ്യൻ്റെ തലയോട്ടിയാണത് എന്ന് അദ്ദേഹം പറഞ്ഞു. വീണ്ടും ചോദിച്ചു, ഇനി മറ്റൊരു തലയോട്ടി ഉണ്ടല്ലോ, 2 തലയോട്ടി ഇനിയുണ്ടല്ലോ, അതിൽ അടുത്തത് ആ ഒരു തലയോട്ടിയുടെ ഉള്ളിലേക്ക് കുത്തിയപ്പോൾ കയറി.
പക്ഷേ പുറത്തേക്ക് പോയില്ല. അത് ബുദ്ധിമാന്മാരായ, നല്ല ആലോചന ശക്തിയുള്ള, ദൈവത്തെ ഭയന്ന് ജീവിച്ച നല്ലവരായ ആൾക്കാർ തലയോട്ടിയാണത്. മൂന്നാമത് മറ്റൊരു തലയോട്ടി കൂടി ഉണ്ടല്ലോ മഹാനവറുകളെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ തലയോട്ടി കുത്തിയപ്പോൾ അകത്തോട്ട് കയറി, അതേപോലെ തന്നെ പുറത്തേക്കും പോയി. ഇങ്ങനെയുള്ള ഒരു വിഭാഗമാണ്. അതായത് എത്ര കേട്ടാലും കൊണ്ടാലും ഒന്നും അവരുടെ തലയുടെ ഉള്ളിൽ നിൽക്കില്ല, എല്ലാം പുറത്തേക്ക് ഒഴുകിപ്പോകും. എന്നതുപോലെ ഒഴുകിപ്പോകുന്ന വിഭാഗത്തിൻ്റെ തലയോട്ടിയാണ്. ഇങ്ങനെ മനുഷ്യന്മാർ ഈ ലോകത്ത് 3 വിധത്തിലാണ് ഉള്ളത്. ചിലർക്ക് കണ്ടാൽ മനസ്സിലാകും, ചിലർക്ക് കൊണ്ടാൽ മനസ്സിലാകും, ചിലർക്ക് കേട്ടാൽ മനസ്സിലാകും, ചിലർക്ക് കൊണ്ടാൽ മനസ്സിലാവില്ല, കേട്ടാൽ മനസ്സിലാവില്ല, എന്ത് ചെയ്താലും മനസ്സിലാകാത്ത മറ്റൊരു വിഭാഗം. ഇങ്ങനെ 3 വിഭാഗം ജനവിഭാഗത്തെ നമുക്ക് ഈ ലോകത്ത് എക്കാലത്തും കാണാൻ സാധിക്കും. ഇന്നല്ല, ഇപ്പോഴല്ല, പണ്ടും എപ്പോഴും ഇനിയും ഇത്തരത്തിലുള്ള 3 വിഭാഗം ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും വളരെയധികം സങ്കടകരമായ കാര്യങ്ങളാണ്. മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്ന മക്കൾ ഒരു വശത്ത്, തത്വങ്ങളും ആദർശങ്ങളും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് വഴികേടിൻ്റെ വക്കിലേക്ക് നീങ്ങിപ്പോകുന്ന മറ്റൊരു വിഭാഗം മറുവശത്ത്, ജീവിക്കാൻ വേണ്ടി എന്ത് തോന്നിയവാസവും മതത്തിൽ കടത്തിക്കൂട്ടുന്ന ഒരു വിഭാഗം വേറൊരു വശത്ത്, സ്വലാത്തുകളും ദിക്റുകളുടെയും സദസ്സുകളിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയും അതിലൂടെ വരുമാനം നേടിയെടുക്കുകയും ചെയ്യുന്ന മറ്റൊരു വിഭാഗം. ഇല്ല